നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സൗമ്യ ജഗദീശൻ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും കൺസൾട്ടൻറ്റുമാണ്. അപ്പോൾ നമ്മുടെ പാദത്തിൻ്റെ ചർമ്മവും നഖങ്ങളും കാൽനഖങ്ങളും എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും സ്കിൻ കെയറിനെ കുറിച്ചും സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചും വളരെ ബോധവാന്മാരും ബോധവതികളുമൊക്കെയാണ്. പക്ഷേ ആ ഒരു ശ്രദ്ധ കാലിലേക്ക് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ അത്തിരി കുറവാണെന്ന് വേണം ഞാൻ പറയാൻ. അപ്പോൾ മുഖത്തിന് കൊടുക്കുന്ന കെയർ ഒന്നും സാധാരണഗതിയിൽ ആരും പാദങ്ങൾക്ക് കൊടുത്ത് കാണാറില്ല. അപ്പം അതുകൊണ്ടാണ് പണ്ടൊക്കെ പറയുമല്ലോ, പാദങ്ങൾ നോക്കിയാൽ അറിയാം നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പാദങ്ങളുടെ സംരക്ഷണം സൗന്ദര്യത്തിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നോക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, പാദങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് കുറേ ധാരണകളും നിലവിലുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ പാദങ്ങളുടെ ചർമ്മം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം. നമ്മൾ ഡെയിലി മൈൽഡായിട്ടുള്ള സോപ്പോ ഷാമ്പുവോ വെച്ച് നമ്മളെല്ലാവരും വാഷ് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഷാമ്പൂവിൽ മുക്കി വെച്ചിട്ട് വാഷ് ചെയ്യുന്നത് ഇസ് വെരി ഗുഡ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ജെൻറ്റിലായിട്ട് നമ്മൾ അതിനെ ഡ്രൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ എന്നും ഇടുന്നത്, അത് പ്രത്യേകിച്ചും വലിയ മണങ്ങളൊന്നും ഇല്ലാത്ത നോൺ സെൻറ്റഡ് മോയ്സ്ചറൈസേഴ്സ് ഇടുന്നത് ഒരു ശീലമാക്കണം. അത് ഏത് പ്രായമായാലും, പെർട്ടിക്കുലർലി നമുക്ക് പ്രായം കൂടുന്തോറും പാദത്തിലെ ചർമ്മങ്ങളിൽ എപ്പോഴും എണ്ണമയം കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഒരു നല്ല ഒരു ഹാബിറ്റാണ്. അത് എത്രയും നേരത്തെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഇൻഫാക്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നഖങ്ങളുടെ അടിയിലും ഒരു ജെൻറ്റിൽ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നഖങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. പലർക്കും ഒരു സ്വഭാവമുണ്ട്, കാൽനഖങ്ങൾ റാഷ് ഷേപ്പിൽ കട്ട് ചെയ്യും. അതായത് ആ അറ്റത്തെ എഡ്ജസ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് പോലെ കട്ട് ചെയ്യും. അതിൽ നിന്നാണ് പലപ്പോഴും ഈ ഇൻഗ്രോയിങ് ടോനെയിൽ, ഈ കുഴിനഖം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആ ഒരു എഡ്ജ് നമ്മുടെ സ്കിന്നിൽ പോയിട്ട് മുറിവേൽപ്പിച്ച് അവിടെ വേദനയും പഴുപ്പും നീരും ഒക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ, ഒരുപാട് ഷോർട്ട് ആക്കരുത്. പിന്നെ ഒരിക്കലും നമ്മൾ ഈ നഖമൊക്കെ ക്ലീൻ ചെയ്യാനോ മറ്റോ ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കരുത്. പലരും ഈ പാർലറിൽ പോയിട്ട് പെഡിക്യൂർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമാണ്, പക്ഷെ പെഡിക്യൂർ ചെയ്യുമ്പോഴും പലപ്പോഴും അതിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരുന്നതായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കണം. സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വേണം യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകണം. ഈ കാര്യങ്ങൾ നഖങ്ങളുടെ പരിചരണത്തിൽ വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും സ്കിന്നിൽ മാത്രമേ ഉപയോഗിക്കുന്നു, നഖത്തിലും ഉപയോഗിക്കണം. നഖത്തിലും ഡ്രൈ ആവുന്നുണ്ട്, നഖത്തിലും കേടുപാടുകൾ വരുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് നഖങ്ങളിൽ കൂടി ഉപയോഗിക്കണം. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണ് പലരും, നമ്മളെല്ലാവരും. നെയിൽ പോളിഷ് ഉപയോഗിക്കുമ്പോൾ സ്ട്രെയിറ്റ് നഖത്തിൽ ഉപയോഗിക്കാതെ നമ്മളൊരു ബേസ് കോട്ട് ഇട്ടിട്ട് ഈ കളേഴ്സ് ഇടുന്നതാണ് നഖത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ഈ ജെൽ നെയിൽ പോളിഷ് അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നെയിൽസ്, ഇറ്റ്സ് ഓൾ ഓക്കെ, ഫാഷൻ്റെ ഒരു ഡിക്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളതൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അത് നഖത്തിന് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അതും മനസ്സിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട് നെയിൽ പോളിഷ് റിമൂവേഴ്സ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അസിറ്റോൺ ഫ്രീ ക്ലെൻസേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അസിറ്റോൺ ഇല്ലാത്ത നെയിൽ പോളിഷ് റിമൂവേഴ്സ് ആണ് നമ്മുടെ നഖത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അസിറ്റോൺ ഉള്ളതിന് നമ്മൾ ഡാമേജ് ഉണ്ടാക്കും, നഖത്തിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഈ അസിറ്റോൺ ഫ്രീ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കാൽപാദത്തിലും നഖത്തിലും വരുന്ന പല രോഗങ്ങളും ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ ഫംഗൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ നഖത്തിൽ കളർ വ്യത്യാസം മുതലായവയാണ് അതിൽ കാണും. അത് വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം. പലപ്പോഴും നഖത്തിലെ ഇൻഫെക്ഷൻസ് ലോങ് ടേം 6 months 9 months 1 year വരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ കാൽപാദത്തിൽ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ആണി രോഗം, പിന്നെ അരിമ്പാറകൾ, ഇതെല്ലാം കാണാറുണ്ട്. ആണി രോഗങ്ങൾ വരുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ മര്യാദയ്ക്കല്ലാത്ത ഫുട്വെയർ ആണ്. അപ്പോൾ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിലും നഖത്തിൻ്റെ സംരക്ഷണത്തിലും ഒക്കെ ഒരു വെൽ ഫിറ്റഡ് ഫുട്വെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല ഫിറ്റ് ആയിരിക്കണം, എന്നാൽ നമ്മുടെ ചർമ്മത്തിൽ ഇറിറ്റേഷൻ വരുന്ന പോലെ ഉള്ളതാവരുത്. ഹീൽസ് ആണെങ്കിലും 5 centimeter കൂടരുത്. അതിൻ്റെ ഇൻസോൾ ആണെങ്കിൽ നമ്മുടെ നല്ല സപ്പോർട്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കണം, എന്നാൽ നല്ല സപ്പോർട്ടും കിട്ടണം. ആ രീതിയിലുള്ള ഫുട്വെയർ വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഈ പ്രഷർ പോയിന്റ്സിൽ ആണി പോലെയുള്ള രോഗങ്ങൾ വരാൻ, ഇവിടെ കട്ടി വെച്ചിട്ട് നമ്മൾ നടക്കുമ്പോഴൊക്കെ കുത്തൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ അതിനുള്ള ചികിത്സകൾ എടുക്കണം. അരിമ്പാറകൾ പോലെയുള്ള അസുഖങ്ങളും ഈ പാദത്തിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, സ്പ്രെഡബിൾ ആണ്. അങ്ങനെ വന്നാലും വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ പോയിട്ട് അത് ട്രീറ്റ് ചെയ്യണം.